അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ സുഹൈൽ അസീസ് 2025 മെയ് മാസം 9-ാം തീയതി 1446 ഹിജ്റ ദുൽഖഅദ് മാസം 10-ാം തീയതി നടത്തിയ ശ്രദ്ധേയമായ ജുമുഅ ഖുത്ബ, യൂണിയൻ വിത്ത് അല്ലാഹ് ഇൻ ഇസ്ലാം, ഇസ്ലാമിൽ അള്ളാഹുവുമായി ഒരുമിച്ച് ചേരൽ, ഒന്നിച്ചു കൂടൽ, പ്രസ്തുത വിഷയത്തെ ആസ്പദമാക്കി ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, അള്ളാഹുവുമായി ഒന്നിച്ചു ചേരൽ അനുഭവം, അള്ളാഹുവുമായി ഒന്നിച്ചു ചേരുന്ന അനുഭവം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വളരെ ശ്രദ്ധേയങ്ങളാണ്. സാധാരണ നിലയിൽ ആളുകൾ കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയം, അള്ളാഹുവുമായി ഒന്നിച്ചു ചേരുന്നത് എങ്ങനെയാണ്. എൻ്റെ മുൻ പ്രഭാഷണത്തിൽ പരാമർശിച്ചതുപോലെ ഗാഢമായ ആത്മീയതയാണ്, മാനവ ഗ്രഹണശേഷിക്ക് അതീതമാണ്. അള്ളാഹുവുമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരുമിച്ച് ചേരുന്നത്? എന്തിനേറെ വാക്കുകൾക്ക് അതീതമാണ്. അള്ളാഹുവുമായി ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തി തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവർ ആത്മീയതയിലൂടെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ തീവ്രതയോടെ വിവരിക്കുവാൻ വാക്കുകൾക്ക് സാധ്യമല്ല. അള്ളാഹുവുമായി ഒരു വ്യക്തി ചേർന്ന് കഴിഞ്ഞാൽ, അരിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷമാണ് എന്ന് ഖലീഫത്തുള്ള പറയുന്നു. നമ്മളാരും അള്ളാഹുവുമായി അങ്ങ് ചേർന്നിട്ടില്ലാത്തത് കൊണ്ട്, ഒന്നിച്ചു കൂടിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഗൗരവം നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ഓർമ്മപ്പെടുത്തൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പ്രസ്തുത വ്യക്തി, അതായത് ഒരു വിശ്വാസി വ്യക്തിപരമായി അനുഭവിച്ചറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വർണ്ണനാതീതവുമാണ്. അഗാധമായ ഈ ബന്ധത്തിലൂടെ വ്യക്തിപരമായി കടന്നു പോയവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അസാധാരണമായ ഈ അനുഭവ സത്ത മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവർ ബുദ്ധിമുട്ടേണ്ടി വരും. ഈ ആശയം നല്ലതുപോലെ മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണം ഹസ്രത്ത് ഖലീഫത്തുള്ള നമ്മുടെ മുമ്പാകെ വെക്കുന്നു. സൂര്യനിൽ നിന്നുള്ള ഇളം ചൂടിലൂടെയുള്ള ഇന്ദ്രിയ ജ്ഞാനം ഉദാഹരണമായി എടുക്കാം. ഒരാൾ സൂര്യന് താഴെ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ചൂട് എന്താണെന്ന്. സൂര്യൻ്റെ താപം തന്നിലേക്ക് വന്നു ചേരുമ്പോൾ അനുഭവിച്ചറിയുന്ന ഒരു അനുഭവ കാര്യമാണത്. മറ്റൊരാൾ സൂര്യൻ്റെ ചൂടിനെപ്പറ്റി അവരോട് വിശദീകരിക്കുമ്പോൾ കാര്യം പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ഒരാൾ സൂര്യൻ്റെ ചൂടിനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിലോ, അതിൻ്റെ പ്രകാശം അവരുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം അവർക്കത് മനസ്സിലാകില്ല. സൂര്യപ്രകാശം നൽകുന്ന ഇന്ദ്രിയ ജ്ഞാനം
അവർക്ക് മനസ്സിലാകില്ല. സൂര്യനിൽ നിന്നേക്കുന്ന ചൂട് നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് അനുഭവിച്ചറിയുന്ന ഒരു അനുഭവജ്ഞാനമാണത്. ഇതുപോലെ അള്ളാഹുവുമായി ഒരാൾ അടുക്കുമ്പോൾ അള്ളാഹുവും താനുമായുള്ള ആ ചേരൽ അത് അനുഭവിച്ചറിയുന്ന അനുഭവജ്ഞാനം ആണ്. പിന്നീട് വെറും അനുമാനങ്ങളായിരിക്കും. അങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിലോ ആ സൂര്യന് ചൂടുണ്ട് എന്ന് പറയുന്നത് പോലെ ഉള്ള വെറും അനുമാന ജ്ഞാനം ആയിരിക്കും അവർക്കുണ്ടാവുക. ഒരു വ്യക്തി അനുഭവിച്ചറിയുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചൂടിനെ സംബന്ധിച്ച് വെറും അവ്യക്തമായ ആശയമായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അപഗ്രഥിച്ചറിയുന്ന അറിവ്. സൂര്യതാപത്തോടൊപ്പം വിറക് കത്തിച്ചുള്ള ചൂടോ വെള്ളം ചൂടാക്കിയുള്ള ചൂടോ താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്ന അറിവ്. അങ്ങനെ അവർ ഇത് സംബന്ധമായി ഒരളവ് വരെ കാര്യം മനസ്സിലാക്കാമെങ്കിലും അതിൻ്റെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. സൂര്യൻ്റെ യഥാർത്ഥ ചൂട് എങ്ങനെയാണ് എന്നറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ സ്വയം പുറത്തു പോവുകയും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സൂര്യതാപം കിട്ടുന്ന സ്ഥലത്ത് നിലയുറപ്പിച്ച ശേഷം സൂര്യതാപം സ്വയം നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കുക എന്നതാണ്. സൂര്യൻ്റെ ചൂട് എന്താണ് എന്നറിയാനുള്ള വഴി ഇതാണ്. ഇതുപോലെ അള്ളാഹുമായുള്ള കൂടിച്ചേരൽ അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാവതല്ല. ഈ കൂടിച്ചേരൽ ഓരോ വ്യക്തിയും നേരിട്ട് അള്ളാഹുവുമായി അടുത്ത് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അള്ളാഹുവുമായി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ട കൂടിച്ചേരലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഭവജ്ഞാനം, അള്ളാഹുവുമായി ലയിക്കുക. അതെങ്ങനെ അള്ളാഹുവുമായി നമുക്ക് നേരിട്ട് ചേർന്ന് അനുഭവിച്ചറിയുവാൻ കഴിയും? ഈ കൂടിച്ചേരൽ അനുഭവം വിശ്വാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും അനിവാര്യ ഘടകമാണ്. അള്ളാഹുവുമായി നമ്മൾ ഇത്രത്തോളം അടുക്കുകയാണെങ്കിലാണ് നമുക്കത് ലഭിക്കുന്നത്. അതിനുള്ള വഴി എന്താണ്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, പ്രാർത്ഥിക്കുക, നമസ്കാരങ്ങൾ നിർവഹിക്കുക, സുന്നത്തും നഫലുമായ നമസ്കാരങ്ങളിൽ, ഖുർആൻ പാരായണങ്ങളിൽ, ദിക്റുകളിൽ, ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസി ചെയ്യാൻ തുടങ്ങുമ്പോൾ അവനോടൊരു മഹബത്ത് അള്ളാഹുവിനുണ്ടാകുന്നു. അങ്ങനെ അള്ളാഹുവും അവനുമായിട്ടൊരു ആത്മീയ ബന്ധം ഉടലെടുക്കുകയാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിന് രാവിൻ്റെ നിശബ്ദതയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലോ പ്രാർത്ഥനകളോ നമസ്കാരങ്ങളോ ദിക്റുകളോ ഒക്കെ ആയിട്ട് അള്ളാഹുവുമായിട്ട് ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വന്നിറങ്ങുമ്പോൾ അനുഭവിച്ചറിയുന്ന അനുഭവജ്ഞാനം. സൂര്യൻ്റെ താപം നമുക്ക് ലഭിക്കുന്നതിന് സൂര്യൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാറി നിന്ന് അത് അനുഭവിച്ചറിയുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ സ്വാധീനം വന്നിറങ്ങുന്നതിനുള്ള വഴികൾ ഇപ്രകാരമാണ് തുറക്കപ്പെടുന്നത്: വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിലൂടെ, അതുപോലെ നമസ്കാരങ്ങളിലൂടെ, സുന്നത്തും നഫലുമായ കാര്യങ്ങളിലൂടെ, സദഖാത്തുകൾ ചെയ്യുന്നതിലൂടെ, അള്ളാഹുമായിട്ടുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കുന്നതിന് അവൻ പറഞ്ഞു തന്ന ഇഷ്ടപ്പെട്ട അവൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയുവാൻ തുടങ്ങും അള്ളാഹുവിൻ്റെ സാന്നിധ്യം. ഈ പ്രത്യേക ബന്ധം നേടുന്നവർക്ക് അള്ളാഹു തആല ചില ഗുണങ്ങൾ അനുവദിച്ചു നൽകുന്നതാണ്. ഇങ്ങനെ ബന്ധപ്പെട്ട് അള്ളാഹുവുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് അള്ളാഹു തആല ചില പ്രത്യേക ഗുണങ്ങൾ അനുവദിച്ചു നൽകും. അള്ളാഹുമായുള്ള അവരുടെ കരാർ മറ്റുള്ളവർക്ക് സുവ്യക്തമാകുന്നതുമാണ്. ഒരു യന്ത്രം കരണ്ടുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് ജീവസുറ്റതാകുന്നു. ഒരു യന്ത്രം ഒരിടത്തുണ്ട്, പക്ഷെ അത് കരണ്ടുമായി ബന്ധിക്കുകയാണെങ്കിൽ ആ യന്ത്രം പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഇതുപോലെ അള്ളാഹുവുമായിട്ട് അവനൊരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും പിന്നീട് അവൻ പ്രവർത്തിക്കുക. കാരണം അവൻ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ കരണ്ട് മൂലമാണ്. അവൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. ഇതുപോലെ അള്ളാഹുവുമായി കൂടിച്ചേരുന്നവർ അവർ പ്രകടമാക്കുന്നത് എന്താണ്? തടയാൻ കഴിയാത്ത ദൈവീക ഊർജം ചരിത്രത്തിലുടനീളം പ്രവാചകന്മാർ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിസ്സലാം
ഇവരെല്ലാവരും ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നാവ് കൊണ്ടുള്ള ജൽപ്പനങ്ങൾ മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതത്തിൽ ദൈവിക ഗുണങ്ങളുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. ഇവരൊക്കെ അള്ളാഹുവുമായിട്ട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചത് എന്ന് മനസ്സിലാക്കി അതുപോലെ എല്ലാ മനുഷ്യർക്കും അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വഴിയാണ് വിശുദ്ധ ഖുർആനിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതും ഗ്രഹിക്കുന്നതും തുറന്നു കാട്ടുന്നത് 3 അവസ്ഥയിലൂടെ ആണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഏതെല്ലാം രീതിയിൽ നമുക്ക് അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാം? ആ ബന്ധം സ്ഥാപിക്കപ്പെട്ട ആളുകളിൽ കാണുന്ന 3 അവസ്ഥാവിശേഷങ്ങൾ ഇസ്ലാം നമ്മുടെ മുമ്പാകെ വിവരിക്കുന്നു. ആ അവസ്ഥകളും അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ആണെങ്കിൽ അടുത്ത ജുമാ ദിവസം നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു തആലയുമായി കൂടുതൽ അടുക്കുന്നതിനും ചേർന്ന് നിൽക്കുന്നതിനുമായിട്ടുള്ള തീവ്രമായ ശ്രമം ഓരോ സത്യവിശ്വാസിയും ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. അതിനായി അള്ളാഹു ഒരു വഴി നമ്മുടെ മുമ്പാകെ തുറന്നു വച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളിലേക്ക് ഇറങ്ങി വരികയും അവൻ്റെ മഹബത്ത് കൊണ്ട് നിങ്ങളെ പൊതിയുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട കാര്യങ്ങളുമാകുമ്പോൾ അള്ളാഹു തആല അത്തരം വ്യക്തികൾ ചെയ്യുന്ന ദുആകൾക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുന്നു. അങ്ങനെ ആ വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാം. ചില ആളുകൾ പറയുമല്ലോ, എനിക്ക് ഇന്നതുപോലൊരു കാര്യം വിഷമസന്ധി ഉണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവുമായി ദുആ ചെയ്തപ്പോൾ എനിക്ക് ആ ദുആയുടെ ഫലമായിട്ട് ആ ഒരു വ്യക്തിക്ക് മാത്രം അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണത്. അത് മറ്റൊരാൾ അത് അനുഭവിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് അനുഭവജ്ഞാനമല്ല, അവർക്ക് കേട്ടറിവ് മാത്രമാണ്. കേട്ടറിവും അനുഭവിച്ചറിയുന്ന അറിവും തമ്മിൽ വളരെ അന്തരമുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കുന്നതിനുമുള്ള വഴികൾ ഈ കാലഘട്ടത്തിൽ അള്ളാഹു തആല നിയോഗിച്ച അള്ളാഹുവിൻ്റെ മുഹീദ്ദീൻ ഷേഖ് ലോകത്തിൻ്റെ മുമ്പാകെ വിവരിക്കുന്നു. അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതവും അത്തരത്തിലാക്കി തീർക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഹസനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.